നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ചില കേസുകൾക്ക് ചിലവായ കണക്കുകൾ ഇപ്പോൾ വൈസ് ചാൻസലർമാർക്ക് തിരിച്ചടിയായിരിക്കുന്നു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലകൾ ഗവർണർക്കെതിരെ നൽകിയിരുന്ന കേസിൽ ഈ കേസിന് നടത്തിപ്പ് കൂലിയായി സർവകലാശാല ഫണ്ടിൽ നിന്നും ഇറക്കിയ 1,13,00,000 രൂപ തിരിച്ച് സർവകലാശാല ഫണ്ടിലേക്ക് ഈ VC-മാർ തിരിച്ചടയ്ക്കണം എന്നാണ് ഗവർണർ ഇപ്പോൾ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ചാർജ് എടുത്ത മുതൽ തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ ശീതസമരത്തിലായിരുന്നു എന്ന് വേണം പല കാരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. ഗവർണർ സർക്കാരും തമ്മിലുള്ള പോര് ഒരവസരത്തിൽ തെരുവിലേക്ക് വരെ വലിച്ചിഴക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഗവർണർ നടു റോഡിൽ കസേരയിട്ട് പ്രക്ഷോഭമുയർത്തിയ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ ഇപ്പോൾ ഗവർണർ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നതിനെ തുടർന്ന് VC-മാർ, കേരളത്തിലെ പ്രമുഖ സർവകലാശാലകളിലെ VC-മാർ ഒന്നടങ്കം ഗവർണർക്കെതിരെ കേസുമായി മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു. ഈ നിയമനത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് തന്നെയായിരുന്നു ഇവർ കേസിന് പോയത്. എന്നാൽ വിവിധ സർവകലാശാലകളിൽ നിന്നും ഓരോ VC-കൾ ഈ കേസിന് വേണ്ടി മുടക്കിയ തുകകൾ 69 ലക്ഷം രൂപ, 36 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 4.5 ലക്ഷം രൂപ, 83,000 രൂപ, 77,800,000 രൂപ എന്നിങ്ങനെയുള്ള പല VC-കളും കേസിന്റെ നടത്തിപ്പിന് ആവശ്യമായി സർവകലാശാല ഫണ്ടിൽ നിന്നും എടുത്ത 1,13,00,000 രൂപ ഉടനെ തന്നെ സർവകലാശാല ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കുവാൻ വേണ്ടി ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നു. സർവകലാശാല ഫണ്ടിലേക്ക് VC-മാർ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരിൽ നിന്നും ഈ തുക ഈടാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഗവർണറുടെ ഓഫീസുമായി രാജ്ഭവനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയ രാകേഷിന്റെ പത്നിയായ പ്രിയ വർഗീസിന്റെ കേസും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പ്രിയ വർഗീസ് തന്റെ സ്വന്തം കേസിന് വേണ്ടി ഏതാണ്ട് 86 ലക്ഷം രൂപയാണ് മുടക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോരോ VC-മാരും മുടക്കിയിരിക്കുന്ന തുകയുടെ കൃത്യമായ കണക്കുകൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സഭയിൽ പറയുകയുണ്ടായി. ഈ കണക്കാണ് VC-മാർക്കെതിരെ ഒരു നടപടിക്ക് ഗവർണറെ പ്രേരിപ്പിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പുതിയൊരു വഴിത്തിരിവിൽ എത്തിയതോടുകൂടി ഇനി VC-മാർ ഈ ഫണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്ത് സർവകലാശാലയിലേക്ക് കൊടുക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർ നിയമപരമായ മറ്റ് നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുമ്പോൾ VC-മാരും ഇപ്പോൾ കുടുങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കേസിന് വേണ്ടി മുടക്കിയിരിക്കുന്ന തുക അത്രയും VC-മാർ തങ്ങളുടെ പോക്കറ്റിൽ നിന്നും എടുത്ത് സർവകലാശാല ഫണ്ടിലേക്ക് കൊടുക്കണം എന്ന ഗവർണറുടെ ഉത്തരവ് പലരെയും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.